ഹലോ എവരി വൺ. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ റിച്ചും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് മുതിര, 1 കപ്പ് കടല, 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് വൻപയർ എന്നിവ ഒരു പാത്രത്തിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് രാവിലെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു നല്ല തുണിയിൽ വാരി ഇട്ടിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് അത് 2 ദിവസം വെക്കണം. 2 ദിവസം വെക്കുമ്പോഴത്തേക്കാണ് നല്ലപോലെ മുള വരുള്ളൂ. അത് കടലയും ഗ്രീൻ പീസൊക്കെ മുളച്ച് വരണമെങ്കിൽ 2 ദിവസം വേണം കേട്ടോ. ചെറുപയർ മുളയ്ക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് മുളയ്ക്കില്ല. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മുള വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കുക. ഇത് കുതിർന്നതാണെങ്കിലും മുള വന്നതാണെങ്കിലും ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. ഒരു 6 വിസിൽ വരെയൊക്കെ വിസിലടിക്കണം ഇത്. അതാകുമ്പോഴത്തേക്കും 1 കപ്പ് നാളികേരവും ഒരു 10 അല്ലി ചുവന്നുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടുക. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ, നന്നായി അരയൊന്നും വേണ്ടേ. എന്നിട്ടത് ഇളക്കി നന്നായി ഒന്ന് ചൂടായി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ആ സമയത്ത് ഞാനതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പയറുകൾ ഇട്ടിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ റെഡിയായി. ഇത് കട്ടൻ ചായയുടെ ഒപ്പവും ചോറിനൊപ്പവും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പയറുകൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ.